തൃശൂർ ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ചിറ്റാട്ടുകര കടവല്ലൂർ റെയിൽ ഗേറ്റിന് സമീപത്താണ് സംഭവം. ആലപ്പുഴ മുഹമ്മ സ്വദേശി ആനന്ദിനാണ് ആനയുടെ ആക്രമണത്തിൽ കുത്തേറ്റത്. വിവരങ്ങളുമായി ശരത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്, എങ്ങനെയായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? അജിംഷാദ്, പൈങ്കണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇത്തരത്തിൽ ഒരാളെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആനയെ ഉത്സവത്തിന് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ കുളത്തിൽ കുളിപ്പിക്കുകയായിരുന്നു. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനാണ് ആദ്യം കുത്തേറ്റത്. മുഹമ്മ സ്വദേശിയായിട്ടുള്ള ആനന്ദനാണ് ആദ്യം കുത്തേറ്റത്. ഈ ആനന്ദനെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആന വിരണ്ടോടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടെ മറ്റൊരാളെ കൂടി ആക്രമിച്ചിട്ടുണ്ട്. ആ ആക്രമിക്കപ്പെട്ട ആളുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നിലവിൽ എന്തായാലും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഏതാണ്ട് 3/4 മണിക്കൂർ നേരം പ്രദേശത്ത് വലിയ പരിഭ്രാന്തി വരുത്തിയിരുന്നു. ഈ പൈങ്കണിക്കൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന ആനയാണ് ചിറക്കൽ ഗണപതി എന്ന് പറയുന്ന ആനയാണ് ഇത്തരത്തിൽ പാപ്പാനെ കുത്തി കൊലപ്പെടുത്തിയത്. മറ്റൊരാൾ കൂടി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ആളുടെ വിവരം നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. അജിംഷാദ്, തീർച്ചയായും. ഈ പരിക്കേറ്റ ആളുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? അറിയുന്നുണ്ടോ അത്? അജിംഷാദ്, ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ഇവരുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. ആ സംസാരിച്ച സമയത്ത് പരിക്ക് ഗുരുതരമാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും മറ്റ് രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാറായിട്ടില്ല. കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആക്രമണത്തിൽ പരിക്കേറ്റ ഇതിൻ്റെ ഗണേശൻ എന്ന ആനയുടെ പാപ്പാനായിട്ടുള്ള ആനന്ദ് ആലപ്പുഴ മുഹമ്മ സ്വദേശിയാണ്. ആനന്ദിനാണ് ആദ്യം കുത്തേറ്റത്. അതിനുശേഷം കുളിപ്പിക്കുന്നിടത്തു നിന്ന് വിരണ്ടോടിയ ആന മറ്റൊരാളെ കൂടി ഓടുന്ന വഴിക്ക് ആക്രമിക്കുകയായിരുന്നു. ആ രണ്ടാമത് ആക്രമിക്കപ്പെട്ട ആളാണ് പരിക്കേറ്റ് കിടക്കുന്നത്. ആളുടെ നില സംബന്ധിച്ച് ഈ പറയുന്ന ഡോക്ടർമാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ലഭ്യമാകുന്നത് പരിക്ക് ഗുരുതരമാണെന്ന് പറയുന്നു. എന്നാൽ മറ്റെന്തെങ്കിലും രീതിയിൽ പറയാൻ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നാണ് ഡോക്ടർമാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഇത് ആന ഉത്സവത്തിനായി കൊണ്ടുവന്നതാണല്ലേ? അപ്പോഴാണ് ഇടയുന്നത്, അതോ കുളിപ്പിക്കുന്ന സമയത്താണോ ഇടയുന്നത്? ഇളവള്ളി ചിറ്റാട്ടുകരയിലുള്ള ഈ പറയുന്ന കൃത്യമായിട്ട് അമ്പലം പറയുന്നത് പൈങ്കാണിക്കൽ ബ്രഹ്മകുളം പൈങ്കാണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ച ആനയാണിത്. ആനയെ ഉത്സവത്തിന് മുമ്പായിട്ട് ഈ കുളത്തിൽ കുളിപ്പിക്കുന്ന സമയത്താണ് ആദ്യം ഈ ആന ആക്രമിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് അത് വിരണ്ടോടുകയും ചെയ്യുന്നത്. തീർച്ചയായും അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ മരിച്ച മുഹമ്മദ് സ്വദേശി എങ്ങനെയാണ്, ഉത്സവം കാണാൻ അവിടെ എത്തിയ ആളാണോ അതോ? അജിംഷാദ്, മുഹമ്മ സ്വദേശിയായിട്ടുള്ള ആനന്ദൻ ഈ പാപ്പാനാണ്, ആനയുടെ പാപ്പാനാണ്. ഈ പാപ്പാനാണ് ആദ്യം കുത്തേൽക്കുന്നത്. അതിനുശേഷം വിരണ്ടോടിയ ആന ഓടുന്ന വഴിക്ക് മറ്റൊരാളെ കൂടി ആക്രമിക്കുകയായിരുന്നു. അയാളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് അല്ലേ? അയാളുടെ അവസ്ഥ ഗുരുതരമാണെന്നാണ്, താലൂക്ക് ആശുപത്രി ചികിത്സയിലാണല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അതെ, തീർച്ചയായിട്ടും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറ്റു വിവരങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. നിലവിൽ അദ്ദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. തീർച്ചയായും. അപ്പോൾ ഒന്നാം പാപ്പാനാണ് കുത്തേറ്റ് മരിച്ച മുഹമ്മദ് സ്വദേശി ആനന്ദ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. തൃശൂർ ചിറ്റാട്ടുകരയിൽ ഉത്സവത്തിനിടെ ആനയുടെ ആക്രമണം, ഒരാൾ മരിച്ചു. ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ചിറ്റാട്ടുകര കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപത്താണ് സംഭവം ഉണ്ടായത്. ആലപ്പുഴ മുഹമ്മ സ്വദേശി ആയ ആനന്ദ്, അതായത് ഈ ആനയുടെ ഒന്നാം പാപ്പാനായ ആനന്ദിനാണ് കുത്തേറ്റ് മരിച്ചത്. മറ്റൊരാൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പൂർണ്ണമല്ല. എങ്കിൽ പോലും അയാൾ ഗുരുതരാവസ്ഥയിൽ തന്നെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശരത് ഓങ്ങല്ലൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.